ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെ സലാഡ് വെള്ളരിയാണ്. അതിന് വളമൊന്നും തീരെ ഇല്ല. നമുക്ക് എന്നിട്ട് വളമൊക്കെ ഇട്ട് കൊടുക്കാമേ. വളത്തിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചാരം, ചാണകപ്പൊടി, കുറച്ച് കമ്പോസ്റ്റാണ്. ഇത് ഇത്രയും ഈ സലാഡ് വെള്ളരിയുടെ ചുവട്ടിലിട്ടിട്ട് എൻ്റെ വേരെല്ലാം പുറത്തായി. എൻ്റെ ചുവട്ടിൽ ഇട്ടിട്ട് 3 ഗ്രോ ബാഗിലായിട്ടാണ് ഇട്ടിട്ട് കുറച്ച് മണ്ണൂടെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാമേ. കുറേശ്ശെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുക്കണം. മണ്ണൂടെ ഇട്ടാലേ ഇത് നല്ലതായിട്ട് അടുത്ത സ്റ്റെപ്പ് നന്നായിട്ട് വളർന്ന് വരുള്ളൂ. കൂട്ടുകാരെല്ലാവരും ഇതുപോലെ സലാഡ് വെള്ളരി നടണം. നല്ല എളുപ്പമാണ്. നമുക്കിപ്പം എന്ത് കഴിച്ചാൽ നമുക്ക് സലാഡ് കഴിക്കണമല്ലോ. അപ്പോൾ പുറത്തുനിന്ന് വിഷമുള്ളത് വാങ്ങിക്കണേക്കാളും വളം അടിച്ചത് കെമിക്കലായിട്ടുള്ളതൊക്കെ വാങ്ങിക്കണേക്കാളും ഇതുപോലെ വെള്ളരി നട്ടാൽ നന്നായിട്ട് വിളവ് കിട്ടും. മുമ്പ് എനിക്കുണ്ടായിരുന്നു, നന്നായിട്ട് വിളവ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ അടുത്ത സ്റ്റെപ്പിന് നമുക്ക് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരുന്നിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല. ഈ വിത്ത് ഇതിൽ സീഡ് ഇല്ല. നല്ല ഇതായിട്ടാണ് നമ്മൾ ഒരെണ്ണം നിർത്തിയിരുന്നു വിത്തിന് വേണ്ടിയിട്ട്. പക്ഷേ സീഡ് കിട്ടിയില്ല. സീഡൊന്നും മുളച്ചില്ല. അപ്പോൾ ഹൈബ്രിഡിൻ്റെത് നമുക്ക് അങ്ങനെ കിട്ടൂല എന്നാണ് പറയണത്. പിന്നെ വീണ്ടും കടയിൽ നിന്ന് നമ്മൾ വിത്ത് വാങ്ങിച്ചിട്ടാണ് നമ്മൾ വീണ്ടും അടുത്ത സ്റ്റെപ്പ് കൃഷിക്കായിട്ട് എടുക്കണത്. അല്ലാതെ നമുക്ക് ഇതിൽ നിന്ന് തന്നെ വിത്ത് വേർതിരിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പ് നടാൻ പറ്റില്ല. നമുക്ക് കിട്ടണില്ല. എല്ലാത്തിനും വളമിട്ടിട്ടുണ്ട്. ഇനി എൻ്റെ ചുവട്ടിൽ കുറച്ച് മണ്ണ് കൂടെ ഇട്ട് കൊടുക്കണം. എല്ലാവർക്കും ഇഷ്ടമായ ഇത് കായ്ക്കാറായി, ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ. കായ്ച്ചിട്ട് എൻ്റെ കാണിച്ചു തരാമേ. ഇനി അടുത്ത് ഇത് കായ്ക്കുന്നതിന് മുമ്പായിട്ട്, ഇത് കായ്ച്ച ഒരു സ്റ്റെപ്പ് ആവുന്നതിന് മുമ്പായിട്ട് അടുത്ത ഗ്രോ ബാഗിൽ നമുക്ക് വീണ്ടും തൈ ഇടണം. അപ്പോൾ 2 ഗ്രോ ബാഗ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത അതിൽ സീഡ് ഇടണം. ഓക്കെ.